എൻ്റെ എച്ച്.എം.എസ് വ്ലോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇവിടെ എനിക്ക് ഒരുവിധം സുഖം തന്നെന്ന് പറയാം എന്നേ ഉള്ളൂ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് 10 മണിക്ക് ശേഷം 10 മണിക്കല്ല, രാവിലെ ഉള്ള കുറച്ച് വിശേഷങ്ങളാണ്. എന്നും ഈ അച്ചമ്മയ്ക്ക് എന്നും വറവ് തന്നെയാണോ എന്ന് ചോദിച്ചു സുപ്രിയ. ഇന്ന് ഞാൻ വറുത്തുകൊണ്ട് തന്നെയാണ് ഇൻട്രോ തുടങ്ങുന്നത്. ഇന്ന് വറുക്കുന്നത് വെണ്ടയ്ക്കയാണ്, ഒരു മെഴുക്ക് പുരട്ടിക്ക് വേണ്ടിയിട്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയായിരുന്നു, കറി ഉള്ളിക്കറിയായിരുന്നു, അതായത് മുട്ട ഇല്ലാത്ത മുട്ടക്കറി. ഇത് മിച്ചം വന്നതാണ്, എല്ലാവരും കഴിച്ചു. എനിക്കാണെങ്കിൽ ദോശ തന്നെ വേണം. ഞാൻ ദോശയ്ക്ക് അരി ഉഴുന്നും അരച്ചിട്ട് കുറച്ച് ദിവസമായി, അതുകൊണ്ട് എന്നും ചപ്പാത്തിയും പുട്ടുമായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ മാവരച്ചു, കുറച്ച് ദിവസത്തേക്ക് മാവരച്ച് വെച്ചു. അതിൻ്റെ പണിയൊന്നും ആയില്ല, ഇതിനൊക്കെ കഴുകാൻ കിടക്കുന്നതേ ഉള്ളൂ. മീൻ ഇന്ന് ഞാൻ അടുപ്പിലോട്ട് വെച്ചു. ഇപ്പോൾ എല്ലാവർക്കും അടുപ്പിൽ പാകം ചെയ്യുന്നത് കഴിക്കാനാണ് ഇഷ്ടം കൂടുതൽ. ഒരു മീൻ, നെയ്മീൻ ചൂര എന്ന് പറയും. നമ്മുടെ നാട്ടിൽ ചൂര തന്നെ പല പേരുകളിലുണ്ട്. ഉരുളൻ ചൂര, കല്ലൻ ചൂര എന്നൊക്കെ പറയും. ഇന്ന് കിട്ടിയത് ഒരു നെയ്മീൻ ചൂരയാണ്. പക്ഷേ അത് ഞാൻ വീഡിയോ പിടിക്കാൻ സാധിച്ചില്ല. ഞാനങ്ങ് അടുപ്പിലാക്കി പെട്ടെന്ന്. അത് തിളച്ചിട്ടില്ല, കറി വയ്ക്കും. നല്ല സോഫ്റ്റ് ആയിരിക്കും എൻ്റെ പീസസൊക്കെ. ഒഴിഞ്ഞ് കിടന്ന അടുപ്പിൽ കുറച്ച് വെള്ളവും ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചു. അങ്ങനെ എൻ്റെ ജോലി എല്ലാം റെഡിയായി. ഊണ് കഴിക്കാൻ പോവുകയാണ്. നെയ്മീൻ ചൂരക്കറി റെഡിയായി. ആഹാരമൊന്നും വേണ്ട കേട്ടോ, സുഖമില്ലാത്തതിനാലേ എങ്കിലും കുറച്ച് കഴിക്കണം. അതിൻ്റെ പുറത്ത് കുളിക്കാൻ വീഴണം. ഇത്രയും ചോറ് മതി കേട്ടോ. ഇച്ചിരി വെണ്ടയ്ക്ക, അച്ചാറ്, തൈരും ഉണ്ട് കേട്ടോ. അത് രണ്ടും എനിക്ക് വേണ്ട. കുടംപുളി ഇട്ട് വെച്ചതാണേ. തേങ്ങ, കൂടി മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, ഇച്ചിരി കുരുമുളക് പൊടി, കുടംപുളി. ഇതിൻ്റെ പീസസ് നല്ല സോഫ്റ്റ് ആയിരിക്കും. വേറെ യാതൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. ഞാൻ ഊണ് കഴിക്കാൻ പോവുകയാണ്. ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷം. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.